ആരോഗ്യം അമൂല്യം. യൂറിക് ആസിഡും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു വടകര ചെക്യാട് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശിവാന ദാസ് ടി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന പ്യൂരിൻ എന്ന പ്രോട്ടീൻ ദഹിച്ചുണ്ടാകുന്ന അന്തിമ ഉൽപ്പന്നമാണ് യൂറിക് ആസിഡ്. ശരീരകോശങ്ങളുടെ DNA-യുടെ ഒരു പ്രധാന ഘടകമായ പ്യൂരിൻ വിഘടിച്ചാണ് പ്രധാനമായും യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. ശരീരത്തിന്റെ തൂക്കം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വ്യായാമം ഇവയെ ആശ്രയിച്ചാണ് ശരീരത്തിൽ യൂറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. യൂറിക് ആസിഡ് സാധാരണയായി 4 mg മുതൽ 7 mg/dL വരെയാണ് ശരീരത്തിൽ കണ്ടുവരുന്നത്. യൂറിക് ആസിഡ് വർദ്ധിച്ച് അതിന്റെ ക്രിസ്റ്റൽസ് സന്ധികളിൽ അടിഞ്ഞുകൂടുകയും കോശകവചമുള്ള ക്രിസ്റ്റലുകളോട് ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം പ്രതിപ്രവർത്തിക്കുമ്പോൾ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു. യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി സന്ധിവാതം അഥവാ ഗൗട്ടിന്റെ ദുർബല രൂപമായി മാറുന്നു. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് യൂറിക് ആസിഡ് അളവ് കൂടുതലായി കണ്ടുവരുന്നത്. ദഹനപ്രക്രിയയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുകയോ അതുമല്ലെങ്കിൽ യൂറിക് ആസിഡ് കൃത്യമായി അലിഞ്ഞ് മൂത്രത്തിലൂടെ പുറത്തു പോവാതിരിക്കുകയോ ചെയ്യുമ്പോൾ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. കാലുകളുടെ പത്തിക്ക് വല്ലാത്ത പുകച്ചിലും നീറ്റലും അനുഭവപ്പെടുക, സന്ധികളിൽ ചുവന്ന നിറത്തോടു കൂടിയ തടിപ്പ്, സൂചി കുത്തുന്നത് പോലെയുള്ള വേദന, മരവിപ്പ്, പെരുവിരലുകളിൽ വീക്കം അനുഭവപ്പെടുക, മൂത്രക്കല്ല് തുടങ്ങിയ രോഗലക്ഷണമായി കണ്ടുവരുന്നു. ശരീരത്തിൽ അധികമായ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകളാണ് കാലിന്റെ പെരുവിരലിലെ സന്ധികളിൽ അടിഞ്ഞുകൂടി സന്ധിവാതം അഥവാ ഗൗട്ട് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നത്. ഇതുമൂലം നീണ്ടു നിൽക്കുന്ന കഠിനമായ വേദന, നീർക്കെട്ട്, വിരലുകൾ അനക്കാൻ പറ്റാത്ത അവസ്ഥ, വൃക്കയിൽ കല്ല്, വൃക്കസ്തംഭനം തുടങ്ങിയ ഗുരുതരമായ രോഗാവസ്ഥയും സംജാതമാകുന്നു. മദ്യത്തിന്റെ ഉപയോഗം, ഉയർന്ന കൊഴുപ്പുള്ള പാലുൽപ്പന്നങ്ങൾ, ഉയർന്ന തോതിൽ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളുടെയും പാനീയങ്ങളുടെയും ഉപയോഗം, ഭക്ഷണത്തിൽ പ്രധാനമായും കരൾ, തലച്ചോറ്, കുടൽ എന്നീ അവയവ മാംസങ്ങളുടെ ഉപയോഗം, പോത്തിറച്ചി, പന്നിമാംസം മുതലായവ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിക്കുവാൻ കാരണമാകുന്നു. തവിട് അധികമുള്ള അരി കൊണ്ടുള്ള ഭക്ഷണം, മിതമായ പ്രോട്ടീൻ, കൊഴുപ്പ് ചേർന്ന ഭക്ഷണങ്ങൾ, വാഴപ്പഴം, തക്കാളി, നെയ്യുള്ള മത്സ്യം, ഒലീവെണ്ണ, വിർജിൻ വെളിച്ചെണ്ണ, നാരങ്ങാവർഗ്ഗങ്ങൾ, ഞാവൽപ്പഴം, കറുത്ത ചെറി മുതലായവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി യൂറിക് ആസിഡ് നിയന്ത്രിക്കാവുന്നതാണ്. വ്യായാമം, നടത്തം, സൈക്ലിംഗ്, നീന്തൽ, യോഗാഭ്യാസം എന്നിവയിലൂടെ ശരീരഭാരം നിയന്ത്രിച്ച് യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. വൈറ്റമിൻ സി കൂടുതലുള്ള ചെറുനാരങ്ങ, ഓറഞ്ച്, നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിന്റെ ഉപയോഗം, കൂടാതെ ക്യാരറ്റ്, ബീട്രൂട്ട്, ഒലീവ് ഓയിൽ എന്നിവ ചേർത്ത സാലഡ് കഴിക്കുന്നത് ഉത്തമമായി കരുതുന്നു. ആയുർവേദ ചികിത്സയിലൂടെ ഫലപ്രദമായി യൂറിക് ആസിഡ് മൂലമുള്ള രോഗാവസ്ഥയെ നിയന്ത്രിക്കാവുന്നതാണ്. വാതദോഷത്തെ സന്തുലിതമാക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും ചികിത്സ നിർദ്ദേശിക്കാറുള്ളത്. ഗൗട്ട് ഡിസീസ് വാതരക്തം എന്ന രോഗാവസ്ഥയായിട്ടാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. മഞ്ഞൾ, ഗിലോയ്, ത്രിഫല എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സന്ധികളുടെ വേദനയും വീക്കവും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ത്രിഫല ഗുഗുലു, ചന്ദ്രപ്രഭാവടി, ഗോക്ഷുര ഗുഗുലു, കൈശോര ഗുഗുലു, കോകിലാക്ഷം കഷായം, പുനർനവാദി കഷായം, അമൃതോത്തരം കഷായം തുടങ്ങിയ ഔഷധങ്ങൾ രോഗത്തിന്റെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം സേവിക്കാവുന്നതാണ്. ഇവ യൂറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കുകയും ആരോഗ്യം നിലനിർത്തുവാനും സഹായിക്കുന്നു. യൂറിക് ആസിഡും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വടകര ചെക്യാട് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശിവാന ദാസ് ടി.